ഇത് എൻ്റെ ഓഫീസിൻ്റെ ഒരു വശത്തെ ജനലാണ്. അതിൻ്റെ താഴെ ഈ കൂട്ടി വച്ചിരിക്കുന്നത് മുഴുവനും വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, മാലിന്യം ഒക്കെയാണ്. ഇത് മുഴുവൻ ഇതെൻ്റെ ചെറിയ മുറിയാണ് ഓഫീസ്. പക്ഷേ എൻ്റെ ഓഫീസിൻ്റെ പുറകിലുള്ള മാലിന്യ കൂമ്പാരമാണ്. ഇതിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ അടുക്കി. അപ്പോൾ എൻ്റെ ഈ ഓഫീസെന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഒരു മുറിയാണ് എൻ്റെ ഓഫീസ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കുടിസുമുറി എന്ന് പറയുന്ന ഓഫീസ്. അതിൻ്റെ പുറകിലങ്ങ് അറ്റം വരെ മാലിന്യം കെട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ആളുകൾ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ 2 വേസ്റ്റ് ഡിസ്പോസൽ കേന്ദ്രങ്ങളുണ്ട്. വേസ്റ്റ് ഡിസ്പോസൽ ഹബ്ബെന്ന് പറഞ്ഞ് ലയൺസ് ക്ലബ് എന്തോ സ്പോൺസർ ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്ന സാധനമാണ്. മദ്യക്കുപ്പികൾ വരെയാണ് എൻ്റെ മുറിയിൽ നിന്ന് നോക്കിയാൽ കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആർ ശ്രീലേഖ IPS കൗൺസിലർ എന്ന നിലയിലുള്ള തൻ്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ച ശേഷം പങ്കുവച്ച ദൃശ്യങ്ങളായിരുന്നു ഇത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ലോകത്തിന് തന്നെ മാതൃക ആകുന്ന ഭരണമാണ് കാഴ്ചവെച്ചത് എന്നായിരുന്നല്ലോ അവകാശവാദങ്ങൾ. ആ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ പരിസരമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങനെയെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്ത് എന്നത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഭരണ മികവിന് ലഭിച്ച അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിച്ചുകൊള്ളും. പക്ഷേ സമയം കിട്ടുന്നുവെങ്കിൽ ഹരിത കർമ്മസേനയോട് ഇവിടെയൊന്ന് വൃത്തിയാക്കാൻ പുതിയ ഭരണസമിതി ആവശ്യപ്പെടണം. തിരുവനന്തപുരത്തെ മാലിന്യം ഏജൻസികൾ എവിടേക്കാണ് കൊണ്ടുപോയിരുന്നത്? എവിടെയാണ് ആ മാലിന്യം തള്ളുന്നത്? മാലിന്യ നിർമ്മാർജ്ജനത്തിന് എന്ത് ശാസ്ത്രീയ മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്? പുതിയ ഭരണസമിതിയെങ്കിലും ഇതിൽ വ്യക്തത വരുത്തണം. ചീഞ്ഞു നാറുന്ന മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം. ഭരണകൂട ഉത്തരവാദിത്വത്തിനൊപ്പം മാലിന്യമുക്തമായ ഒരു സംസ്കാരത്തിനായി നമുക്ക് ഈ പുതുവത്സര നാളുകളിൽ ഒരുമിച്ച് കൈകോർക്കാം.